നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇസ്രയേലും ഇറാനും തമ്മിൽ രൂക്ഷമായ ആകാശയുദ്ധം തുടരുമ്പോഴും അത് ഇന്ത്യയെ സാരമായി ബാധിക്കും. പരസ്പരം ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെയാണ് ഇരു രാജ്യങ്ങളും പോരാടുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് എത്തിയ ഇറാന്റെ മിസൈൽ ടെൽ അവീവ് അടക്കമുള്ള നഗരങ്ങൾ പതിച്ചപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ കടുത്ത രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. ടെഹ്റാന് സമീപം സ്ഥിതി ചെയ്യുന്ന ഷഹ്റാൻ ഇന്ധന ഡിപ്പോയും ഷഹർ-റൈ ഓയിൽ റിഫൈനറിയും തകർത്തതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനും അപ്പുറത്തുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ലോകത്തിലെ 9ാമത്തെ വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ എന്നതിനാൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുള്ള ഈ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വ്യാപാര രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും. ടെഹ്റാന്റെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഷഹ്റാൻ ഇന്ധന ഡിപ്പോയിൽ 11 സ്റ്റോറേജുകൾ ടാങ്കുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തീപിടിച്ചു എന്നാണ് ഇറാൻ എണ്ണ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഈ ഡിപ്പോയിൽ ദിനംപ്രതി 8 ദശലക്ഷം ലിറ്റർ ഗ്യാസ് ഓയിൽ സംഭരിക്കപ്പെടുന്നു. അതേസമയം ഒന്നിനു പിറകെ ഒന്നായി ഡിപ്പോകൾ പൊട്ടിത്തെറിക്കുകയാണ്. ആക്രമണം നേരിട്ട ഷഹർ-റൈ ഓയിൽ റിഫൈനറി രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലൊന്നാണ്. സേനകൾ ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീയും പുകയും നഗരത്തിന്റെ ആകാശത്താകെ മൂടിയിരിക്കുന്ന കാഴ്ചയാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ ഊർജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എണ്ണ കയറ്റുമതി ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. കൂടാതെ ഈ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര ഊർജ വിതരണത്തെയും തടസ്സപ്പെടുത്തിയേക്കാം. ശനിയാഴ്ച നടന്ന മറ്റൊരു ആക്രമണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക മേഖലകളിലൊന്നായ സൗത്ത് പാർട്സ് ഗ്യാസ് ഫീൽഡിന്റെ ഒരു ഭാഗം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂലം എണ്ണ വിലയിൽ മുന്നേറ്റവുമുണ്ടായി. വെള്ളിയാഴ്ച ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 7% ഉയർന്ന് ബാരലിന് $70 മുകളിലെത്തി. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന വർധനവാണിത്. ആഗോള എണ്ണ ഉൽപാദനത്തിന്റെ 1/3 വരുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണ തടസ്സത്തിന്റെ ഭീഷണിയായാണ് വിപണികളെ ആകെ സമ്മർദ്ദത്തിലാക്കുന്നത്. ദിനംപ്രതി 2 ദശലക്ഷം ബാരലിലധികം എണ്ണയും ഇന്ധനവുമാണ് ഇറാൻ കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ 90% ചൈനയിലേക്കാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ ഖാർക്ക് ദ്വീപ് ആക്രമണങ്ങൾ തകർന്നിട്ടില്ലെങ്കിലും തുടർന്നുള്ള ആക്രമണങ്ങൾ ഇവിടേക്കും ലക്ഷ്യമിട്ടേക്കാമെന്ന ആശങ്ക വിപണികളിൽ നിലനിൽക്കുന്നുണ്ട്. ഖാർക്ക് ദ്വീപിന് ഒരു ആക്രമണം നേരിട്ടാൽ ഇറാന്റെ എണ്ണ കയറ്റുമതി ശേഷി പാടെ തകർന്നേക്കാം. ഇത് ആഗോള എണ്ണവിലകൾ കുത്തനെ വർധനവിന് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആഗോള വിപണിയിൽ എണ്ണവില വർധനവ് നേരിട്ടാൽ അത് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെയും ബാധിക്കും. ഇസ്രയേലിന്റെ ഈ ആക്രമണം ഇറാന്റെ ഊർജ മേഖലയെ ആക്രമിക്കാൻ തയ്യാറാണെന്ന ഒരു മുന്നറിയിപ്പ് എനർജി ആസ്പെക്റ്റിന്റെ ജിയോ പൊളിറ്റിക്കൽ മേധാവി റിച്ചാർഡ് ബ്രോൺസൺ സൂചിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം ഊർജ സൗകര്യങ്ങളെ ആക്രമിച്ചാൽ ഇത് മേഖലയിലെ മറ്റ് എണ്ണ ഉൽപാദക രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ യുദ്ധത്തിന് കാരണമായേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ഥിതി അതീവ ഗുരുതരമാവുകയാണെങ്കിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചേക്കാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഈ കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ ദിനം പ്രതി എണ്ണ ഉപഭോഗത്തിന്റെ 1/5 കടന്നു പോകുന്നത്. ഇത് അടച്ചാൽ എണ്ണവിലകൾ ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചു കയറുകയും ലോകത്തെ കടുത്ത ഊർജ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. അതേസമയം സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയ്ക്ക് റിസർവ് ഉൽപാദന ശേഷിയുണ്ട്. ഇവയ്ക്ക് ഇറാന്റെ എണ്ണ വിതരണത്തിലെ കുറവ് നികത്താൻ കഴിഞ്ഞേക്കും.